ഹരിയാനയിൽ ഇന്ത്യ സഖ്യം വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിന് തിരിച്ചടി. സഖ്യത്തിൽ പൊട്ടിത്തെറി രൂക്ഷമാവുകയാണ്. ഹരിയാന സംസ്ഥാന നേതൃത്വം ശക്തമായ എതിർപ്പുമായി ഇപ്പോൾ രംഗത്ത് വന്നു. കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സീറ്റ് ചർച്ചയിലെ കല്ലുകടിയാണ് ഇതിന് പ്രധാന കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതോടെയാണ് കല്ലുകടി മുറുകിയത്. ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്ന സീറ്റ് നൽകാനാകില്ല എന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തീർത്തു പറഞ്ഞു. എന്നാൽ സീറ്റ് കിട്ടിയേ തീരൂ എന്ന നിലപാടിലാണ് ആം ആദ്മി പാർട്ടി. ഈ സാഹചര്യം രമ്യതയിൽ തീരുമോ അതോ പൊട്ടിത്തെറിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ആശങ്ക. ഹരിയാനയിൽ കോൺഗ്രസിന് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവും നേതാക്കളും. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ആ സീറ്റുകൾ നൽകുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിന് വലിയ വിയോജിപ്പുമുണ്ട്. 10 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അത്ര സീറ്റ് നൽകാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 മണ്ഡലങ്ങളിൽ 1 മണ്ഡലം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരുന്നത്. എന്നാൽ ആ സീറ്റ് നൽകിയത് തെറ്റായിപ്പോയി എന്ന അഭിപ്രായം കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ പുകയുകയാണ്. ആം ആദ്മിക്ക് പകരം കോൺഗ്രസ് മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിക്കാമായിരുന്നു എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലവിലെ വാദം. ഈ ചർച്ചകൾക്കിടയിലെല്ലാമാണ് ആം ആദ്മി പാർട്ടി വീണ്ടും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പോലും ബാധിക്കുന്ന നിലയിൽ എത്തിയിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പുതിയ ഗോതയാണ് ഹരിയാനയിൽ സജീവമാകുന്നത്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത പുത്തൻ തന്ത്രം മെനയുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. തന്ത്രങ്ങൾ വിജയിച്ചാൽ ശക്തമായ തിരിച്ചുവരവ് കൂടിയാകും പാർട്ടിയുടേത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും 5 സീറ്റിൽ വീതമാണ് വിജയിച്ചത്. വോട്ട് ശതമാനത്തിൽ കോൺഗ്രസിനായിരുന്നു മുൻതൂക്കം. കാർഷിക വിഷയം മുതൽ ഗുസ്തി താരങ്ങളുടെ പോരാട്ടം വരെ അനുകൂലമാക്കിയുള്ള മെഡൽ നേട്ടമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഗുസ്തി താരങ്ങളുടെ സമരത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന വിനേഷ് ഫോഗട്ട്, ബജ്രംഗ് പുനിയ എന്നിവരെ ഉൾപ്പെടെ കൂടെ കൂട്ടി പ്രചാരണം ശക്തമാക്കാനുള്ള കോൺഗ്രസ് ശ്രമം അതിന്റെ ഭാഗവുമാണ്. ഇരുവരും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ തുടക്കമാണെന്ന നിഗമനത്തിൽ തെറ്റുമില്ല. ഹരിയാനയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള അന്തിമ ചർച്ചകൾ നടക്കുന്നതിന് ഇടയിലാണ് ഇരുവരും രാഹുലിനെ കണ്ടത് എന്ന പ്രത്യേകതയും ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ട്. എന്നിരുന്നാലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നാൽ മാത്രമേ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ. ഹരിയാനയ്ക്ക് വേണ്ടിയുള്ള പ്രകടന പത്രികയിൽ മേൽപ്പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാധാരണക്കാരെ ലക്ഷ്യമിടാൻ തന്നെയായിരിക്കും പാർട്ടിയുടെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ട് കോൺഗ്രസ് നടത്തിയ ഹരിയാന മാൻഗെ ഹിസാബ്, അതായത് ഹരിയാനയ്ക്ക് കണക്കുകൾ ആവശ്യമുണ്ട് എന്ന ക്യാമ്പയിനിലൂടെ ലഭിച്ച 20 ലക്ഷം നിർദ്ദേശങ്ങളിൽ നിന്നാണ് പ്രകടന പത്രിക തയ്യാറാക്കുക. സംസ്ഥാനത്തെ 90 നിയമസഭാ മണ്ഡലങ്ങളിലെയും പരമാവധി വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തിയാണ് കോൺഗ്രസ് ക്യാമ്പയിൻ പൂർത്തിയാക്കിയത്. സമൂഹത്തിലെ ഒട്ടുമിക്ക വിഭാഗങ്ങളെയും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. BJP വിരുദ്ധ വോട്ടുകൾ പരമാവധി ഏകോപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യ ചർച്ചകൾ ഇതിന്റെ ഭാഗവുമാണ്. ഇരു പാർട്ടികളും ചേർന്ന് സഖ്യം രൂപീകരിക്കാമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം ആം ആദ്മി പാർട്ടി നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു. BJPയെ പരാജയപ്പെടുത്താൻ എന്ത് വഴിയും സ്വീകരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ വ്യക്തമാക്കിയിരുന്നതുമാണ്. രാഹുലിന്റെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ആം ആദ്മിയുടെ MP കൂടിയായ സഞ്ജയ് സിംഗും പറഞ്ഞിരുന്നു. ആം ആദ്മിക്ക് പുറമെ സമാജ്വാദി പാർട്ടി, ഇടതുപക്ഷം എന്നിവരെല്ലാം തന്നെ കൂടെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കങ്ങളും സജീവമായി തന്നെ നടക്കുകയാണ്. എന്നാൽ ദേശീയ തലത്തിൽ കൈവരിച്ച ഐക്യം ഇന്ത്യ മുന്നണിക്ക് പ്രാദേശിക തലത്തിലെത്തുമ്പോൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക നിലവിലുണ്ട്. ആ ആശങ്കയ്ക്ക് വഴിവെട്ടുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സീറ്റ് ചർച്ച. അതേസമയം കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിന് വിജയിക്കാൻ സാധിക്കില്ലെന്ന പരിഹാസവുമായി BJP രംഗത്ത് വന്നിരുന്നു. ഇരുവരുടെയും സഖ്യം വിജയിക്കില്ലെന്ന് ഡൽഹിയിൽ നാം കണ്ടതാണ് എന്നും അവർ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല എന്നും ഇനി രാജ്യത്തെ ജനങ്ങളെ വഞ്ചിതരാക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നുമെല്ലാം തന്നെ BJPയുടെ MP ആയ പ്രവീൺ ഖണ്ഡേൽവാൾ പറഞ്ഞിരുന്നതാണ്. ആ വാക്കുകൾ ഇപ്പോൾ സ്ഥാപിക്കപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ. എന്നാൽ അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP ഇറങ്ങിത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 90 മണ്ഡലങ്ങളിൽ 60 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയും മുൻ ആഭ്യന്തരമന്ത്രിയായ അനിൽ വിജുവും ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. നയാബ് സിംഗ് ലഡ്വ മണ്ഡലത്തിൽ നിന്നും അനിൽ വിജയ് അംബാലെ കന്റോൺമെന്റ് മണ്ഡലത്തിൽ നിന്നുമെല്ലാം തന്നെ ജനവിധി തേടും. 2009 മുതൽ തുടർച്ചയായി അംബാല മണ്ഡലത്തിൽ നിന്നാണ് വിജ് അംബാല നിയമസഭയിലെത്തിയത്. അംബാല മേയറും മുൻ കേന്ദ്രമന്ത്രിയുമായ വിനോദ് ശർമ്മയുടെ
ശർമ്മയുടെ ഭാര്യയായ ശക്തി റാണി ശർമ്മ കൽക്ക നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കും. കോൺഗ്രസിൽ നിന്നെത്തിയ ശ്രുതി ചൗധരിയും ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. പട്ടികയിൽ 8 സ്ത്രീകളും 13 പട്ടികജാതി നേതാക്കളും 9 മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നുണ്ട്. ചില മന്ത്രിമാരുൾപ്പെടെയുള്ള സിറ്റിംഗ് MLA-മാരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഹരിയാനയിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. 2019-ൽ സംസ്ഥാനത്തെ 10 ലോക്സഭാ സീറ്റുകളും വിജയിച്ച BJPക്ക് ഇത്തവണ 5 എണ്ണം മാത്രമാണ് ലഭിച്ചത്. ബാക്കി 5 സീറ്റ് കോൺഗ്രസിന് മുന്നിൽ അടിയറവ് വെച്ചു. അതിനാൽ തന്നെ സംസ്ഥാനത്ത് ജനപ്രീതി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള അവസരം കൂടിയാണിത്. മാത്രമല്ല, കൂടുമാറി വന്നവർക്കെല്ലാം സീറ്റ്. അതാണ് ഇപ്പോഴത്തെ BJPയുടെ മാസ്റ്റർ പ്ലാൻ. മനോഹർലാൽ ഖട്ടറിന് പകരം ഈ വർഷം മാർച്ചിലാണ് നയാബ് സിംഗ് സൈനി ഹരിയാന മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. അതുവരെ കുരുക്ഷേത്രയിൽ നിന്നുള്ള MP ആയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ ജൂണിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കർണാൽ നിയമസഭാ സീറ്റിൽ നിന്നാണ് സൈനി വിജയിച്ചത്. ജസീക ലാൽ വധക്കേസിലെ പ്രതിയായ മനു ശർമ്മയുടെ അമ്മയാണ് ശക്തി റാണി ശർമ്മ. ഇക്കഴിഞ്ഞ ജൂണിൽ കോൺഗ്രസ് വിട്ട അമ്മയും രാജ്യസഭാ MP ആയ കിരൺ ചൗധരിയോടൊപ്പം തന്നെ BJPയിൽ ചേർന്ന ശ്രുതി ചൗധരിയോടൊപ്പം മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. ഈ വർഷം BJPയുടെ സഖ്യകക്ഷിയായിരുന്ന ജനനായക് ജനതാ പാർട്ടിയിൽ നിന്ന് വന്ന 3 MLA-മാർക്കും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. തൊഹാനയിൽ നിന്നുള്ള ദേവേന്ദ്ര സിംഗ് ബബ്ലി, സഫിഡോണിൽ നിന്നുള്ള രാംകുമാർ ഗൗതം, ഉക്ലാനയിൽ നിന്നുള്ള അനൂപ് ധനക് എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ BJP പരിഗണിച്ചിരിക്കുന്നത്. ബാദ്ലിയിൽ നിന്ന് മത്സരിക്കുന്ന കേന്ദ്രമന്ത്രിയായ ഓം പ്രകാശ് ധക്കറുമാണ് പാർട്ടിയിലെ മറ്റ് ചില പ്രധാനികൾ. ഒക്ടോബർ 5-നാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 5-നാണ് വോട്ടെണ്ണൽ. ഒക്ടോബർ 1-ന് നിശ്ചയിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് ഒക്ടോബർ 5-ലേക്ക് നീട്ടുകയായിരുന്നു.